പേളിമണി ഷോ ഇങ്ങനെ ഒരു ഇൻട്രോ കൊടുക്കാനായിട്ടുള്ള കാരണം ഇന്ന് നമ്മൾ പേളിമണിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ മൈക്ക് ഇങ്ങനെയുണ്ട്? സെറ്റപ്പൊക്കെ സൂപ്പറല്ലേ? തവിയാണ് തവി. അപ്പോൾ ഇന്ന് തമിഴ്നാട്ടിൽ കണ്ടതുപോലെ തന്നെ കഴിഞ്ഞ ദിവസമാണ് ആ ഒരു ഇൻ്റർവ്യൂ അവർ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നത്. നിവിൻ പോളിയും അജു വർഗീസും കൂടെ വന്നിട്ടുള്ള ഒരു ഫണ്ണായിട്ടുള്ള ഒരു അടിപൊളി ഇൻ്റർവ്യൂ ആയിരുന്നു കേട്ടോ. എനിക്ക് പേളിമാണിയുടെ, അതായത് ഇത്രയധികം ഇൻ്റർവ്യൂസ് നമ്മുടെ യൂട്യൂബിൽ ഇത്രയധികം ഇൻ്റർവ്യൂസ് ഉണ്ടെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഷോ എന്ന് പറയുന്നത് പേളിമാണിയുടെ ഷോ, പേളിമാണി ഷോ ആണ് കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് പേളിമാണീനെ. എന്താ പറയുക, പേഴ്സണലായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ആളാണ്. അതിപ്പോൾ ഒരമ്മ എന്ന നിലയിലായിക്കോട്ടെ, ഒരു ഭാര്യ എന്ന നിലയിലായിക്കോട്ടെ, ഒരു എൻ്റർടൈനർ എന്ന നിലയിലായിക്കോട്ടെ, ഭയങ്കര ജോളിയാണ് ആൾ കേട്ടോ. അടിപൊളിയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം പുള്ളിക്കാരിക്ക് അത്ര നെഗറ്റീവായിട്ടൊന്നും അല്ല, കഴിഞ്ഞ ദിവസത്തെ അവർ അപ്ലോഡ് ചെയ്ത ആ ഒരു ഇൻ്റർവ്യൂവിൽ നിവിൻ പോളിയും അജു വർഗീസും കൂടെ വന്ന ആ ഒരു ഇൻ്റർവ്യൂവിൽ നിവിൻ പോളിയെ കുറച്ചും കൂടി ഒരു സ്പേസ് കൊടുത്തുകൊണ്ട് സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ടോക്ക് ഇങ്ങനെ പേളിമാണിയുടെ ആ ഒരു കമൻറ്റ് ബോക്സിൽ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ പറയുന്നത്, അജു വർഗീസ് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ അജു വർഗീസ് ഇങ്ങനെ അഭിപ്രായങ്ങളായാലും ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ പറയുമ്പോഴായാലും പേളിമാണി അതിനൊരു സ്പേസ് കൊടുക്കുന്നില്ല. അജു വർഗീസ് സംസാരിക്കാനായിട്ടൊരു സ്പേസ് കൊടുക്കുന്നില്ല. കൂടുതലും നിവിൻ പോളിക്ക് വേണ്ടിയിട്ടുള്ള ഒരു സംസാരമായിരുന്നു, ഒരു സ്പേസാണ് കൊടുത്തത്. പിന്നെന്താണ്, അജു വർഗീസ് സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് കയറി സംസാരിക്കുന്നു, പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് പറയാൻ സമ്മതിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ നെഗറ്റീവ്സ് വന്നിട്ടുണ്ടായിരുന്നു. കുറേ പേര് അങ്ങനെ അതിന് ലൈക്കും, ആ ഒരു കമൻറ്റിന് ലൈക്കും ചെയ്തിട്ടുണ്ട്. അതേ സെയിം കമൻറ്റ് തന്നെ വേറെ രീതിയിലൊക്കെ ഒരുപാട് ആൾക്കാർ പേളിമാണിയുടെ ആ ഒരു വീഡിയോയുടെ താഴെ വന്ന് കമൻറ്റും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ആ ഒരു ഇൻ്റർവ്യൂ കണ്ടതിൽ ഒരു ഫസ്റ്റ് ഒരു കുറച്ച് ഭാഗം വലിയ കുഴപ്പമില്ലാതെ അടിപൊളിയായിട്ട് പോയി. പിന്നെ കുറച്ചങ്ങോട്ട് വന്നപ്പോഴത്തേനും അതിൻ്റെ മെയിൻ കാരണമെന്ന് വെച്ചാൽ പേളിമാണിയും അജു വർഗീസും എന്ന് പറയുന്നത് അവർ രണ്ടുപേരും ഒരേ വൈബാണ്. സംസാരത്തിലാണെങ്കിലും എല്ലാ കാര്യത്തിലാണെങ്കിലും ഒരേ വൈബാണ്. പക്ഷേ നിവിൻ പോളി എന്ന് പറയുന്നത്, അജു വർഗീസ് ഒന്നാമത് പിന്നെ ഈ വർഷം തന്നെ രണ്ടാമത്തെ പ്രാവശ്യമാണ് പേളിമാണി ഷോയിൽ ഗസ്റ്റായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ അവർ തമ്മിൽ അറിയാം എങ്ങനെയാണ് ആളിൻ്റെ ക്യാരക്ടർ എങ്ങനെയാണ് എന്നൊക്കെ അറിയാം. പക്ഷേ നിവിൻ പോളി ആദ്യമായിട്ടാണ് പേളിമാണി ഷോയിൽ വരുന്നത്. അതിൻ്റേതായിട്ടുള്ള എക്സൈറ്റ്മെൻറ്റും ഒരു ചെറിയൊരു വിറയലും ഒക്കെ പേളിമാണിക്ക് ഉണ്ടായിരുന്നു. നിവിൻ പോളിയെ പോലുള്ള ഇത്രയും വലിയൊരു ആക്ടർ വരുമ്പോഴത്തേനും ആർക്കായാലും ചെറിയൊരു ടെൻഷനും കാര്യങ്ങളും ഒക്കെ വരും. അപ്പോൾ അവർക്ക് കൂടുതലൊരു പ്രയോറിറ്റി കൊടുക്കണം. അജു വർഗീസിനെ കുറിച്ച് അറിയാമല്ലോ, പേളിമാണിക്ക് അറിയാം. അവർ നേരത്തെ തന്നെ അറിയുന്ന ആൾക്കാരെ, അങ്ങോട്ടും ഇങ്ങോട്ടും സ്വഭാവമൊക്കെ അറിയാം, ഒരേ വൈബാണെന്ന് അറിയാം. അതുകൊണ്ട് വലിയ പ്രശ്നമില്ല എന്നായിരിക്കും പേളിമാണി വിചാരിച്ചത്. പക്ഷേ നിവിൻ പോളി അങ്ങനെയല്ലല്ലോ. നമ്മൾ ഇത്രയും വലിയൊരാൾ വരുമ്പോൾ, ആദ്യമായിട്ട് നമ്മുടെ ഷോയിൽ വരുമ്പോഴേ എങ്ങനെയായിരിക്കും, എന്തായിരിക്കും സംസാരിക്കുന്നത്, അങ്ങനെയൊക്കെ ആയിട്ടുള്ളൊരു ടെൻഷൻ കാണും. എനിക്കും ആ ഒരു ഇൻ്റർവ്യൂ കണ്ടതിൽ നിന്ന് മനസ്സിലായത് ഈ ഒരു കാര്യം കേട്ടോ. നിവിൻ പോളിക്ക് അതുകൊണ്ടാണ് അത്രയും ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തത്. ആ ഒരു ഇൻ്റർവ്യൂ മൊത്തം ഫുള്ളിരുന്ന് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, പേളിമാണിക്ക് അജു വർഗീസിനെ കംഫർട്ടബിൾ ആക്കേണ്ട ആവശ്യമില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ അജുവിനെ അറിയാം. അജു വർഗീസ് എങ്ങനെയാണ്, ഏത് രീതിയിലാണ്, എങ്ങനെയൊക്കെയാണ്. ഇപ്പം പേളിമണി എത്ര ചളു അടിച്ചാലും അജു വർഗീസ് ആ ഒരു വൈബിലാണ് നിൽക്കുന്നത്. അതേ വൈബ് ആയതുകൊണ്ട് അവർ കുഴപ്പമില്ല. പക്ഷേ നിവിൻ പോളി അങ്ങനെയല്ല. നിവിൻ പോളി ഞാൻ കണ്ടെടുത്തോളം എനിക്ക് ശരിക്കും പറഞ്ഞാൽ നിവിൻ പോളി ഇരിക്കുന്ന കണ്ടപ്പോൾ കുറച്ച് സീരിയസ് ആയിട്ടൊക്കെ ഇരിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. നിവിൻ പോളി ഇരിക്കുന്ന കണ്ടപ്പോഴും ഭയങ്കര സീരിയസ് ആയിട്ട്. പേളിമാണി ഇങ്ങനെ നല്ല എൻജോയ് ചെയ്ത് സംസാരിക്കുന്നുണ്ട്. പക്ഷെ നിവിൻ പോളി സീരിയസ് ആയിട്ട്, എന്താ പറയുക, ഭയങ്കര മെച്ചോർഡായിട്ടൊക്കെ ഇരിക്കുന്ന പോലെയൊക്കെ എനിക്ക് തോന്നി കേട്ടോ. അപ്പോൾ അതുകൊണ്ടായിരിക്കാം നിവിൻ പോളിക്ക് കുറച്ചും കൂടി ഒരു ഇത് കൊടുത്തത്. അതിന് പേളിമാണിയെ നമുക്ക് കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. അപ്പോൾ ആ ഒരു കമൻറ്റ് കണ്ടപ്പം എനിക്ക് അതാണ് തോന്നിയത്. ഞാൻ ആലോചിച്ച് ഇവരൊക്കെ എന്താ ഇങ്ങനെ പറയുന്നത്. പിന്നീട് ഇങ്ങനെ ഇൻ്റർവ്യൂ ഫുള്ള് കണ്ടു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ കമൻറ്റ് ഇട്ടതെന്ന്. അത് ഇത്രയൊക്കെ തന്നെയാണ് കാരണം കേട്ടോ. പേളിമാണിയെ സംബന്ധിച്ചിടത്തോളം അജു വർഗീസിനെ നേരത്തെ അറിയാം, അവരുടെ ആ ഒരു ക്യാരക്ടർ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. പക്ഷേ നിവിൻ പോളി അങ്ങനെയല്ല. നിവിൻ പോളി ആദ്യമായിട്ടാണ് പേളിമാണി ഷോയിൽ വരുന്നത്. പിന്നെ എന്താ പറയുക, നിവിൻ പോളിക്ക് അത്രയൊരു റെസ്പെക്റ്റ് കൊടുത്ത് സംസാരിച്ചത് കൊണ്ടായിരിക്കാം മേ ബി അങ്ങനെ ഒരു കമൻറ്റ്, അത്രയും കമൻറ്റുകൾ അങ്ങനെ നെഗറ്റീവായിട്ട് വന്നത്. എനിക്ക് പേളിമാണിയോട് അങ്ങനെ നെഗറ്റീവും കാര്യങ്ങളും ഒന്നും തോന്നിയില്ല കേട്ടോ. അത് കണ്ടപ്പം എല്ലാവരോടും നോർമലി എങ്ങനെയാണോ പേളിമാണി സംസാരിക്കുന്നത്, അവിടെ നേരത്തെ വന്നിട്ടുള്ള ഗസ്റ്റുകളോടൊക്കെ എങ്ങനെയാണോ സംസാരിക്കുന്നത് അതുപോലെ തന്നെയാണ് ഇവിടെയും സംസാരിച്ചതെന്ന ഒരു കൂട്ടുകാരനോടെന്ന നിലയിലാണ് അജു വർഗീസിനോട് സംസാരിച്ചത്. എനിക്കത് കണ്ടപ്പോൾ അങ്ങനെ മനസ്സിലായത്. അപ്പോൾ നമ്മൾ അത് നെഗറ്റീവ് പറയേണ്ട ആവശ്യമില്ല കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.